ഹായ്. കോഴിക്കോട് ജില്ലയിൽ വടകരയിലെ കണ്ണൂക്കരയിൽ ഒരു മുസ്ലിം പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറിയിരിക്കുന്നു. താഴ്വര ഭാഗത്തേക്കൊന്നും അല്ല, അകത്ത പള്ളിയിലേക്ക് തന്നെ പോലീസുകാർ ബൂട്ടിട്ട് ഓടിക്കയറുന്നതിൻ്റെ വീഡിയോസും ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഇതിൽ ഇത്ര ആശങ്കപ്പെടാൻ എന്തിരിക്കുന്നു എന്നതാണ് എൻ്റെ ചോദ്യം. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നമ്മൾ കാണാത്തതാണ് മുസ്ലിം പള്ളികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളോ മുസ്ലിം പള്ളികളിലെ സംഘർഷങ്ങളോ നമ്മൾ കാണാത്തതാണ്. ആ 10 വർഷം മുസ്ലിം സമുദായത്തിന് പലതും നഷ്ടപ്പെട്ടു പോയി എന്നും അതൊക്കെ നേടിക്കൊടുക്കാനാണ് ഭരണത്തിലേറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ കയറിയ ഒരു കൂട്ടർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഇല്ലാത്തത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ബൂട്ടിട്ടുകൊണ്ട് പോലീസ് അകത്ത പള്ളിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ അതിലിത്ര ആശങ്കപ്പെടാനില്ല. നിങ്ങൾ കുറച്ചു കാലവും കൂടി കാത്തിരിക്കൂ. മാറ്റം ആഗ്രഹിച്ച് വോട്ട് ചെയ്തവരെ നിങ്ങൾ ആശങ്കപ്പെടാതെ കാത്തിരിക്കൂ. അവർ മിഹ്റാബിലേക്ക് തന്നെ കയറി വരുന്നത് നമുക്ക് കാണാം. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ, കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് നിരവധി മുസ്ലിം പള്ളികൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് അതിനൊരു ഉദാഹരണമാണ്. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് കണ്ണൂർ ജില്ലയിലെ ഓണപ്പറമ്പിൽ ഒരു മുസ്ലിം പള്ളി ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം ഒരു കൂട്ടം മുസ്ലിം ലീഗ് പ്രവർത്തകർ കയറിച്ചെന്ന് അടിച്ച് തകർക്കുകയും അവിടെ വഖഫ് ചെയ്യപ്പെട്ട മുസ്ഹഫുകളടക്കം ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ട് കത്തിച്ച് പള്ളിയിൽ വഖഫ് ചെയ്ത പായയും മുസല്ലയും ഉൾപ്പെടെയുള്ളവ കത്തിച്ച് കളഞ്ഞത് കഴിഞ്ഞ UDF ഭരണകാലത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായിരുന്നു. അതിനും മുമ്പൊരു കാലത്ത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് കേരളം ഭരിക്കുമ്പോഴാണ് എടവണ്ണക്കടുത്ത് പാലപ്പറ്റ പള്ളിയിൽ മുസ്ലിം ലീഗുകാർ അങ്ങോട്ട് കയറിച്ചെന്ന് അക്രമങ്ങൾ ഉണ്ടാക്കുകയും സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്ത് പിന്നീട് പോലീസിനെ വിളിച്ചു വരുത്തി സീതി ഹാജി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ആ പള്ളി പോലീസ് പൂട്ടി സീല് വെക്കുകയും പിന്നീട് നിരവധി കാലം ആ പള്ളി പൂട്ടിക്കിടക്കുകയും ചെയ്തത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ മുസ്ലിം ലീഗ് പിന്തുണയോടുകൂടി കേരളത്തിൽ UDF ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിലെ പള്ളികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, മദ്രസകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പൂട്ടിയിടുക കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാറ്റത്തിനായി വോട്ട് ചെയ്തവർ കാത്തിരിക്കുക. നിങ്ങൾക്കിനിയും ഇത്തരം അത്ഭുതങ്ങൾ കാണാനിരിക്കുന്നേയുള്ളൂ.